വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനം. ഈ കടുവയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം അതിന് ചികിത്സ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് വെറ്ററിനറി ഓഫീസർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം കടുവയുള്ള സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. എന്നാലും ഉടൻ തന്നെ മയക്കുവെടി വെക്കുമെന്നാണ് അറിയുന്നത്. മറ്റൊരു മാർഗമില്ല, കാരണം സഞ്ചരിക്കാനാകില്ല. അവിടെ അടുത്ത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ്, ഒരു ചതുപ്പുണ്ട്, അതിൽ നിന്ന് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് കടുവ ഈ ദിവസങ്ങളിലൊക്കെയും തള്ളി നീക്കുന്നത്. 3-4 ദിവസം മുൻപെയാണ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. പക്ഷേ കാലിന് പരിക്കേറ്റിട്ടുണ്ട്, വലിയ രീതിയിൽ അവശതയുണ്ട്. വനംവകുപ്പിന്റെ കൂട് തൊട്ടടുത്ത് തന്നെയുണ്ട്, മീറ്ററുകൾ മാത്രം മാറിയാണ് ഈ കടുവയുള്ളത്. പക്ഷേ ആ കൂട്ടിലേക്ക് പോലും കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ അത്രത്തോളം വലിയ അവശതയാണുള്ളത്. ജെയിനസ് രാജു ആ ദൗത്യം നടക്കുന്ന സ്ഥലത്ത് നിന്നും തുടരുന്നുണ്ട്. ജെയിൻ, ഉടൻ തന്നെ മയക്കുവെടി വെക്കുമോ? തീർച്ചയായിട്ടും ഉടൻ തന്നെ മയക്കുവെടി വയ്ക്കും. അവിടെ ആ കാണുന്ന ഭാഗത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, DFO അടക്കമുള്ളവർ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ പോലും 100-150 മീറ്റർ മാത്രം അകലത്തിലാണ് ഈ കടുവയുള്ളത്. അപ്പം ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ കാടുകൾ, അതായത് ചെടികളും അതോടൊപ്പം തന്നെ മറ്റ് അവിടെയുള്ള പാഴ്ചെടികളും കയറി അതൊരു കാടിന് സമാനമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അത് അവിടെ ചതുപ്പും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ കുറ്റിക്കാടുകളൊക്കെ വലിയ രീതിയിൽ തഴച്ചു വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു വഴിച്ചാൽ മാത്രമാണ് ഈ കടുവയുള്ള ഭാഗത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ അതിനിടയിലൂടെ അത് അവർ ഡ്രോൺ ഉപയോഗിച്ച് നേരത്തെ പരിശോധിച്ചിരുന്നു. അപ്പോൾ ആ വഴിയിലൂടെ നടന്ന് ഈ കടുവയുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരുപാട് ദൂരത്ത് നിന്ന് മയക്കുവെടി വെക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഒരുപാട് കുറ്റിക്കാടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പരമാവധി കടുവയുടെ അടുത്തേക്ക് പോയാൽ മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയൂ. അതിനുള്ള ഒരു പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തൊക്കെ ജനവാസ മേഖലയാണ്. ഈ ഭാഗത്തൊക്കെ ലയങ്ങളൊക്കെ ഉണ്ട്, അവിടെ ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഇടതുവശത്ത് അവിടെ പള്ളി ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. ആളുകൾ കൂടുതലായി തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഈ മയക്കുവെടി വെച്ചാൽ പോലും എങ്ങനെയാണ് കടുവ പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ സമീപത്തെ പ്രദേശങ്ങളിലേക്കൊക്കെ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും, ഈ പ്രദേശത്തിന് ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടെങ്കിലും ഈ കടുവ വെടികൊണ്ടതിന് ശേഷം പോയാൽ അതിനെ കണ്ടെത്തുക എന്നതടക്കമുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച ശേഷം മാത്രമേ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. DFO അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത്. തേക്കടിയിൽ നിന്നുള്ള വെറ്റിനറി ഓഫീസർമാർ ഈ സംഭവ സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ കടുവ ഉള്ള ഭാഗത്തേക്ക് പരമാവധി അടുത്തേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അടുത്ത് പോയാൽ പോലും, അടുത്ത് ചെന്നാൽ മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയൂ. കാരണം നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് വനംവകുപ്പ് പരിശോധന നടത്തിയപ്പോൾ ഈ കടുവ കിടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതൊരു ഏലച്ചെടികളുടെ ഇടയിലാണ് അത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് ചെന്നാൽ മാത്രമേ അതിനെ മയക്കുവെടി വെക്കാൻ കഴിയൂ. നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ തല മാത്രമാണ് പുറത്ത് കാണുന്നത്. അപ്പോൾ അത്രത്തോളം ആ കാടിനകത്താണ് ഈ കടുവയുള്ളത്. അപ്പോൾ അതിന് സമീപത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ പരമാവധി ഇന്ന് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. 3-ാം തീയതിയാണ് ഈ മേഖലയിൽ ഈ കടുവ എത്തുന്നത്. അവിടെ അതിനുശേഷം ഒരു 2 പശുക്കളെ പിടിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പൂർണ്ണ ആരോഗ്യവാനല്ലാത്തത് കൊണ്ട് തന്നെ ഈ കടുവയ്ക്ക് ആ ശ്രമത്തിൽ പരാജയപ്പെടുകയായിരുന്നു. ആ സമയത്താണ് നാട്ടുകാർ ഈ കടുവയെ കാണുന്നത്. അന്ന് ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്ത് വിട്ടിരുന്നു. അത് ഈ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ കാണുന്ന സ്ഥലത്തിൻ്റെ മറുവശത്തായിരുന്നു ആ സമയത്ത് കടുവ ഉണ്ടായിരുന്നത്. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ കൂട് സ്ഥാപിക്കുകയും ഈ കടുവയെ നിരീക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ആ കടുവ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ആ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയിട്ടും കടുവയെ കണ്ടെത്താൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടായി. പിന്നീട് വീണ്ടും ഇന്നലെ വൈകുന്നേരമാണ് കടുവ ഈ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കടുവയുള്ള ഭാഗത്തേക്ക് എത്തിയത്. അതായത് ഒരു 300-350 മീറ്ററോളം അത് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഇന്നലെ വൈകുന്നേരം എത്തിയതിനു ശേഷം അത് ആഹാരം ഇര തേടി പോലും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പം പൂർണ്ണമായും അതിന് നടക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പിൻകാലിലാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ പിൻകാലിലെ മുറിവ് കൂടുതൽ വ്രണമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാത്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഈ ഘട്ടത്തിൽ തന്നെ പിടികൂടി അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയില്ലെങ്കിൽ അത് സമയത്ത് 6 മണിയോട് അടുക്കാൻ പോകുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ഇരുട്ട് പരന്നു തുടങ്ങും. എത്രയും പെട്ടെന്ന് ദൗത്യം പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ സമയം മാറുന്നത് ഒരു പ്രതിസന്ധിയായി വരില്ലേ? ഒരു ഇരുട്ടൊക്കെ പരന്നു തുടങ്ങിയാൽ പിന്നെ ഈ മയക്കുവെടി വെക്കുന്നത് ദൗത്യസംഘത്തിന് ഒരു വെല്ലുവിളിയാകില്ലേ?
തീർച്ചയായിട്ടും 6 മണിക്ക് മുമ്പ് മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ അടക്കം ഹസ്ക ലൈറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് വെളിച്ചത്തിന്റെ പരിമിതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൂടി ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇരുട്ട് വീഴുന്നത് വൈകിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 6-6:30ക്കുള്ളിൽ തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ്. കാരണം എത്രയും വൈകാതെ മയക്കുവെടി വെക്കാൻ തന്നെയാണ് ദൗത്യ സംഘത്തിന്റെ തീരുമാനം.